SNDP യോഗത്തിൻ്റെ അഴിമതി അവസാനിക്കണമെങ്കിൽ SNDP യോഗത്തിൽ അടുത്ത കാലത്തായി SNDP യോഗത്തിനെ സംബന്ധിച്ച് ഒരു വിധി ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും വോട്ടവകാശം അനുവദിച്ചുകൊണ്ടുള്ള ഒരു വിധി. ആ വിധി നടപ്പാക്കിയെങ്കിൽ മാത്രമേ SNDP യോഗത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതി, കഴിഞ്ഞ 26 വർഷമായി ഇന്നത്തെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതി ആരും ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത രീതിയിൽ ആകുന്നത് എന്ന് പറഞ്ഞത് പ്രാതിനിധ്യ വോട്ടവകാശം എന്ന് പറയുന്നൊരു വോട്ടവകാശമായിരുന്നു SNDP യോഗത്തിലും ശാഖാതല മുതൽ ഉണ്ടായിരുന്നത്. അതായത് ഞാനൊരു ശാഖയുടെ പ്രസിഡന്റായിട്ട് കുറേ അധിക നാളിരുന്നതാണ്. ഒരു ശാഖയിലെ 200 അംഗങ്ങൾക്ക് ആ 200 അംഗങ്ങളിൽ ഒരാൾക്ക് മാത്രമേ വോട്ടവകാശം ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരാൾ, അതാണ് പ്രാതിനിധ്യ വോട്ടവകാശം. ഒരു പ്രതിനിധിയെ ഈ SNDP യൂണിയന്റെയും യോഗത്തിൻ്റെയും നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ആ ശാഖാ കമ്മിറ്റി തീരുമാനിച്ച് അയക്കുക. അത് കേരളത്തിലെ എല്ലാ ശാഖകളിലും അങ്ങനെയാണ് തീരുമാനിച്ച് അയക്കുന്ന ആളുകളാണ്. അത് SNDP യോഗത്തിൻ്റെ ആളുകൾ തന്നെയാണ് ഈ ശാഖാ കമ്മിറ്റികളും ഒക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ SNDP യോഗത്തിലെ ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജനാധിപത്യപരമല്ലാത്ത തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ടിരുന്നത് കൊണ്ട് തന്നെയാണ് ഈ കൊള്ളകളെല്ലാം SNDP യോഗം നാളെ വരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കൊള്ള അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒരു വിഭാഗം ശ്രീനാരായണ സമൂഹത്തിലുള്ള ആളുകൾ ചേർന്ന് ഹൈക്കോടതിയെ സമീപിച്ച് അടുത്ത കാലത്ത് ഒരു വിധി കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് എല്ലാവർക്കും, SNDP യോഗത്തിലെ അംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കും വോട്ടവകാശം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള വിധിയായിരുന്നു ഉണ്ടായിരുന്നത്. ആ വിധി ഇപ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിൽ നിലനിൽക്കുന്നു. ആ വിധി നടപ്പാക്കാൻ ഇപ്പോൾ നിലവിൽ ഉള്ള സർക്കാരുകൾ അത് നടപ്പിലാക്കാനുള്ള ആർജവം കാണിക്കാത്തതാണ് SNDP യോഗത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു നിർജീവാവസ്ഥയ്ക്ക് കാരണം. എത്രയും പെട്ടെന്ന് SNDP യോഗത്തിൻ്റെ ജനാധിപത്യപരമായിട്ടുള്ള എല്ലാവർക്കും വോട്ടവകാശം കൊടുത്തുകൊണ്ടുള്ള വിധി നടപ്പാക്കി ജനാധിപത്യപരമായ തരത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തി SNDP യോഗത്തിൻ്റെ നേതൃത്വത്തെ കണ്ടെത്തണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്.